ഹലോ ഗായ്സ്, ഇന്നൊരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. അങ്ങനെ ഞാനും അനശ്വരയും കൂടെ രാവിലെ തന്നെ ഒരു 7:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അനശ്വരയുടെ അച്ഛൻ ഞങ്ങളെ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ സ്നേഹ ഞങ്ങളോട് പറഞ്ഞു ഒരു തെങ്കാശി ബസ്സിൽ നിങ്ങൾ കയറണമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ തിരുനെൽവേലിയിൽ നിന്ന് എഴുതിയ തെങ്കാശി ബസ്സിൽ ഞങ്ങൾ കയറി. അങ്ങനെ കയറിയപ്പോഴാണ് അയാൾ പറയുന്നത് ഇത് കൊട്ടാരക്കരയിൽ പോയില്ല എന്ന്. സ്നേഹ പറഞ്ഞത് കൊട്ടാരക്കരയിൽ എത്തിയതിന് ശേഷം തെങ്കാശി ബസ്സിലോ പുനലൂർ ബസ്സിലോ കയറണമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടുന്ന് തെങ്കാശി ബസ്സിൽ കയറി. ആ ബസ് അവിടെ പോത്തില്ലായിരുന്നു. സോ ഞങ്ങൾ അടൂർ വന്നിറങ്ങി അടൂരിൽ നിന്ന് കൊട്ടാരക്കരയിൽ വന്ന് അവിടുന്ന് പിന്നെ പുനലൂർ ബസ്സിൽ കയറിയാണ് വന്നത്. അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോഴത്തേക്ക് ഫൈനലി ഞങ്ങൾ എത്തി. അപ്പോൾ സ്നേഹ പറഞ്ഞു ഓട്ടോക്കാരിൽ ഫോൺ കൊടുത്താൽ മതി, അവൾ പറയാം അഡ്രസ്സെന്ന്. അങ്ങനെ സ്നേഹ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അറിയാം, കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓട്ടോയിൽ കയറി. അപ്പോൾ ഇതാണ് സ്നേഹയുടെ വീട്. സ്നേഹയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിൻ്റെ അവിടെ സ്നേഹ ഇപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ വരാൻ നേരത്ത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഓ അവിടുന്ന് വ്ളോഗ് എടുത്തോണ്ടാണോ നീയൊക്കെ വരുന്നതെന്ന്. അതിപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ വ്ളോഗ് എടുക്കും, അവളെ എടുക്കല്ലേ എന്നൊക്കെ എന്നോട് കുറേ പറഞ്ഞ്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ വന്നു, ഒരു 9:15 ആയപ്പോഴേ വന്നു. ഈ എൻഗേജ്മെൻറ്റ് വന്നിട്ട് 11:30. അപ്പോൾ 11:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. സ്നേഹയുടെയും ചിനിയുടെയും വീട് അടുത്തടുത്ത ഒരു 5 മിനിറ്റ് പോകണം ഓഡിറ്റോറിയത്തിലോട്ട്, അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. സോ ഞങ്ങൾ ആദ്യം ഒന്ന് സ്നേഹയുടെ അവിടെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഇനി ഇവളും മമ്മിയും റെഡി ആയിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിശ്ചയത്തിന് പോവും, അതാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് അവളുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോഴത്തേക്ക് സ്നേഹയുടെ മമ്മി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സ്റ്റഡി ടേബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുക അല്ല, എൻ്റെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വെക്കുന്ന ടേബിളാണ്, അത് കാണിച്ചു തന്നത് അവൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നേഹയുടെ മമ്മി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ശരിയാക്കി. പുട്ടായിരുന്നു കഴിക്കാൻ. ഞങ്ങൾ അവിടെ ഇരുന്ന് ഒന്നിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ വന്നു. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ലോങ് ആയിരിക്കുന്നു, പക്ഷേ നല്ലൊരു ഫാസ്റ്റിൽ കയറിയാൽ 1 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് സ്നേഹയും അമ്മയും പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അയലോക്കത്തുള്ളവർക്ക് ഞങ്ങളോട് പറയുന്നുണ്ട് പെട്ടെന്ന് ചെല്ല്, ചെറുക്കൻ കൂട്ടരൊക്കെ എത്തി, ഇപ്പം തുടങ്ങും എന്നൊക്കെ പറഞ്ഞു. സോ ഞങ്ങൾ സ്പീഡിൽ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റായിട്ട് വന്നേക്കല്ലേ, നേരത്തെ വരണമെന്ന്. പക്ഷെ ഞങ്ങൾ ലേറ്റായിപ്പോയി, എന്ത് ചെയ്യാനാ, ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഗിഫ്റ്റ് വാങ്ങിയത്. ഈ ഫ്രെയിമാണ് കൊടുത്തത്, ഈ യേശുവിൻ്റെയൊക്കെ ഈ ഫ്രെയിം. അങ്ങനെ കുറേ ഫ്രെയിം തപ്പി, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ ഫ്രെയിം അതായിരുന്നു. സോ ഞങ്ങൾ ആ ഫ്രെയിം പാഴ്സലല്ലോ ഗിഫ്റ്റ് പൊതിഞ്ഞിട്ട് ഞങ്ങൾ ജീനിയുടെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്നേഹയുടെ മമ്മി ഗിഫ്റ്റ് വാങ്ങാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തുടങ്ങിയത് കൊണ്ട് മമ്മി ഇറങ്ങി വന്ന് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പം ജിനിനെ ഒന്നും കാണുന്നില്ലായിരുന്നു. ജിനിയൊക്കെ ഫ്രണ്ടിലായിരുന്നു, ഞങ്ങളിട്ടും ബാക്കിലായിരുന്നു. പിന്നെ ആ ചേച്ചിയും ചേട്ടനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഈ പള്ളിയിലച്ചന്മാരെന്തോ പ്രാർത്ഥിക്കുകയോ എന്തോ ആയിരുന്നു. അത് കഴിയും. അപ്പോൾ സ്നേഹ പറഞ്ഞ് എല്ലാം പെട്ടെന്നായിരിക്കും, അത് കഴിയുന്നു, നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നു. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, വേറെ ഒരു പരിപാടിയില്ല, ഫോട്ടോ എടുക്കുന്നവർക്ക് എടുക്കാം, അത്രേ ഉള്ളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേനും ജിനി ഞങ്ങളെ കണ്ടു. ഞങ്ങൾ വിളിച്ചില്ല, പക്ഷേ ജിനി ഇങ്ങനെ കണ്ടു. അപ്പോഴത്തേനും സ്നേഹ വിളിച്ചായിരുന്നെന്ന് തോന്നുന്നു. അപ്പോഴത്തേനും ജിനി വന്ന് കൊള്ളാം, അവൾ കണ്ട് ലേറ്റായിട്ട് 3 എണ്ണവും വരുന്നത് കണ്ടെന്നാണ് അവൾ പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ ഇരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ്. അങ്ങനെ ജിനി ഉണ്ടായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ജിനിയുടെ ചേച്ചീനെ വിളിച്ചിട്ട് വരിക ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് സംസാരിച്ച് അപ്പോഴത്തേനും ജിനി പറയുന്നുണ്ട് മതി അവളെ എടുക്കല്ലേ. അപ്പം ഞാൻ പറയുന്നുണ്ട് ജിനിയുടെ ഔട്ട്ഫിറ്റ് കാണിക്കട്ടെ എല്ലാവരെയും. അങ്ങനെ ജിനിയുടെ ഔട്ട്ഫിറ്റ് കാണിക്കുമായിരുന്നു. അങ്ങനെ ഇത് ജിനിയുടെ കസിനാകട്ടോ, അവരൊക്കെ വന്നു. അത് കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു സ്നേഹയുടെ പള്ളി അപ്പുറത്തുണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞ് സ്നേഹയെ ഞങ്ങളും കൂടെ അവിടെ പോയി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ പെട്ടെന്ന് നടക്കും, ഇവളുമാർ രണ്ടുപേരും ആടിയാണ് നടക്കുന്നത്. സ്നേഹയുടെ മമ്മി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പള്ളിയിൽ കയറാൻ നിന്നുകൊണ്ട്. ഇനി ഞങ്ങൾ ഉറങ്ങിയിട്ട് മീൻപിടിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോകാനാണ് പ്ലാൻ. അപ്പോഴത്തേക്ക് ജിനി സ്നേഹയുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നീയൊന്നും ജിനിയുടെ വീട്ടിൽ കയറാതെ തിരിച്ചു പോകത്തില്ല, മര്യാദയ്ക്ക് വന്നോളാൻ പറഞ്ഞ്. അങ്ങനെ സ്നേഹയ്ക്ക് ബൈ പറഞ്ഞിട്ട് ജിനി വണ്ടിയായിട്ടാണ് വന്നത്. ഞങ്ങൾ ജിനിയുടെ കൂടെ ജിനിയുടെ വീട്ടിലോട്ട് പോയിട്ട് വന്നു. അപ്പോഴത്തേന് സ്നേഹം ഒരുങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് വരാം, നിങ്ങൾ അങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് മീൻപിടിപ്പാറ പോകാമെന്ന് പറഞ്ഞു. ഇതാണ് ജിനിയുടെ വീട്. ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്നിട്ട് ജിനിയുടെ അമ്മേനെയും പപ്പേനെയും ചേച്ചീനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവുക. കാരണം ഓഡിറ്റോറിയത്തിലോട്ടാണല്ലോ നിശ്ചയത്തിന് പോയത്, അതുകൊണ്ട് അവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അധികമായിട്ട്. ഇപ്പോൾ ഫ്രീ ആയപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ജിനി ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് സ്നേഹേനെ പോയി വിളിച്ചിട്ട് വരിക. ജിനി മീൻപിടിപ്പാറ വരുന്നില്ല, ജിനി 3 മണിക്ക് എണീറ്റ് അതാ ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ, ഞാൻ സ്നേഹ അനശ്വരയും കൂടെ മീൻപിടിപ്പാറയിലോട്ടും പോയി. ജിനിക്ക് ബൈ പറഞ്ഞിട്ട് ജിനി വീട്ടിലോട്ടും പോയി. ഇത്രയേ ഉള്ളൂ. ഇവിടെ അവസാനിക്കുകയാണ് ഈ വ്ളോഗ്. അങ്ങനെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് അവസാനിച്ചിട്ടുണ്ട്. ഇനി മീൻപിടിപ്പാറയിൽ പോയ വ്ളോഗ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും.